നരകനാശത്തിന്റെ വെണ്ണീറ് നീട്ടിയ ഒരു കനൽ സൂര്യൻ പാതിരാത്രി പാകിസ്ഥാന്റെ ആകാശത്ത് ഉദിച്ച നാൾ കുറച്ച് വാപോയ കോടാലുകൾക്കപ്പുറം ആ രാജ്യത്തിന്റെ പട്ടാളം, അതിന്റെ മേധാവി, അവരുടെ എയർ ഡിഫൻസ് ഒക്കെ പിള്ളേരുകളെ പോലൊരു മുട്ടൻ തമാശ എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട നാൾ. ഈ രാജ്യത്തിന്റെ, ഈ മഹാരാജ്യത്തിന്റെ പരമാധികാരം പാകിസ്ഥാന്റെ ആകാശത്ത് അജയ്യമായി സ്ഥാപിക്കപ്പെട്ടൊരു പാതിരാവ്, അകാലത്തിൽ മായ്ക്കപ്പെട്ട സീമന്ത സിന്ദൂരങ്ങൾക്ക്, വൈധവ്യങ്ങൾക്ക്, പുത്രദുഃഖങ്ങൾക്ക് എരിയുന്ന രോഷത്തിൽ രാജ്യത്തിന്റെ മറുപടി അയൽ രാജ്യത്തിന്റെ ആകാശത്തെ തീമഴ ഓപ്പറേഷൻ സിന്ദൂർ. ആ പഹൽഗാമിലെ കാലൻകൂട്ടത്തിന് അവരുടെ തലച്ചോറിൽ വെറുപ്പ് കുത്തിവെച്ച് കടത്തിവിട്ട ഭീകരവാദി അപ്പന്മാരുടെ അണ്ണാക്കിലേക്ക് വരുന്നുണ്ട്. റഫാലും മിറാഷും തീർക്കുന്ന വെടിക്കെട്ട് എന്ന് നേരത്തെ പറഞ്ഞത് 26 കൂടപ്പിറപ്പ് ചോര കണ്ട വൈകാരികതയിൽ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പട്ടാള ശക്തിയെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യത്തിലാണ്. ഇന്ത്യയുടെ കയ്യിലുള്ള ഡിഫൻസ് സംവിധാനം റഷ്യൻ നിർമ്മിത S-400 ആണ്, അല്ലാതെ ചൈനീസ് ഡ്യൂപ്ലിക്കേറ്റ് കളിപ്പാട്ടങ്ങളല്ല. ഭ്രാന്ത് പിടിച്ചൊരു രാജ്യത്തിന്റെ വെറിപൂണ്ട വേക്കുത്തിൽ അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ചോര ചിന്തിയിട്ടില്ല ഞങ്ങൾ ഗാന്ധിയുടെ പിന്മുറ. ഇനിയും പാഠം പഠിക്കുന്നില്ലെങ്കിൽ നാറാണക്കല്ല് പിടിച്ച് രാജ്യത്തിന്റെ ഒടുക്കത്തെ കഴുക്കോൽ ഒരു ഡൽഹിക്ക് കുറുകെ നിൽക്കാനാണ് ദുഷ്ടബുദ്ധിയെങ്കിൽ, പെരിച്ചാഴി കണക്കേതോ ബങ്കറിൽ തലപൂണ്ടിരിക്കുന്ന അസീം മുനീറെ, റാവൽപിണ്ടിയിൽ ഒരു പച്ചപ്പതാക പാറുന്ന പട്ടാള ആസ്ഥാനം അവിടെ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഈ രാജ്യം തീരുമാനിക്കും. 6 അടി മണ്ണിൽ അടങ്ങുണ്ടെങ്കിൽ അടങ്ങിക്കോ, നിർത്തിക്കോ നിന്റെ തെമ്മാടിപ്പണി.